കഴിഞ്ഞ ദിവസമാണ് നടൻ വിനായകൻ തന്റെ ഫ്ളാറ്റിൽ നിന്നുകൊണ്ട് നഗ്നതാ പ്രദർശനം നടത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്ന് അസഭ്യം പറയുന്നതിന്റെയും ഉടുത്തിരുന്ന വസ്ത്രമഴിച്ച് നഗ്നത പ്രദർശിപ്പിക്കുന്നതിന്റെയും വീഡിയോ ആണ് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായത്. വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നടനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ വിമർശനമാണ് ഉയർന്നിരുന്നത്. വിനായകനെതിരെ പരാതികളൊന്നും ലഭിച്ചില്ലെന്നും പരാതി ലഭിച്ചാൽ കേസെടുക്കുമെന്നാണ് കൊച്ചി സിറ്റി പോലീസ് വീഡിയോ വൈറലായതിനു പിന്നാലെ പ്രതികരിച്ചത്. നടൻ നിൽക്കുന്ന ഫ്ളാറ്റിന്റെ ഭാഗത്തു നിന്ന് എതിർഭാഗത്തേക്ക് നോക്കി അസഭ്യവാക്കുകൾ തുടർച്ചയായി വിളിച്ചു പറയുന്നതാണ് വീഡിയോയിൽ കേൾക്കുന്നത്. ഇതിനു പിന്നാലെ ഉടുത്തിരുന്ന മുണ്ട് അഴിഞ്ഞു പോവുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്യുന്നു. നിലത്ത് വീണുപോകുന്ന നടൻ അവിടെ കിടന്നും അസഭ്യവാക്കുകൾ പറയുന്നുണ്ട്. കഴിവുണ്ടായിട്ടും യാതൊരു കാര്യവുമില്ല. പൊതുസമൂഹത്തോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ലെങ്കിൽ എന്ത് കാര്യമെന്ന തലക്കെട്ടുകളോടുകൂടിയാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായത്. വിനായകൻ സ്പെഷ്യൽ റാപ്പ് സോങ്ങും തുടങ്ങിയ കമന്റുകളും നിരവധി. നേരത്തെയും പലതവണ വിനായകൻ വിവാദത്തിൽപ്പെട്ടിരുന്നു. രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഗേറ്റ് ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറിയതിനെ തുടർന്ന് തടഞ്ഞുവെച്ചതിന് തറയിലിരുന്ന് ആക്രോശിക്കുന്ന വിനായകന്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു. ഭാര്യയുമായി വഴക്കുണ്ടായതിനെ തുടർന്ന് വിനായകൻ തന്നെ വിളിച്ചു വരുത്തിയ പോലീസിനെ സ്റ്റേഷനിൽ പിന്തുടർന്നെത്തി ബഹളമുണ്ടാക്കിയതിന് കേസെടുത്തിരുന്നു. അടുത്തിടെ ഗോവയിൽ ഒരു കടയിൽ വഴക്കുണ്ടാക്കുന്ന വിനായകന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. വിനായകൻ നഗ്നതാ പ്രദർശനം നടത്തിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കത്തിയതോടെ നടൻ തന്നെ നേരിട്ട് പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സിനിമാ നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. എന്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ചർച്ചകൾ തുടരട്ടെ. നടൻ വിനായകൻ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച വരികളാണ് ഇത്. അതേസമയം വിനായകൻ സഭ്യതയുടെ അതിർവരമ്പ് ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി വിമർശനവുമായി നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. നടന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഈ വീഡിയോ പലരും കമന്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം സോഷ്യൽ മീഡിയയിലെ താരം സന്തോഷ് വർക്കി എന്ന ആറാട്ടണ്ണന്റെ കമന്റും ഇപ്പോൾ വൈറലാകുന്നുണ്ട്. വിനായകൻ കാണിച്ചത് വളരെ മോശമാണ്. അയാൾക്ക് കൗൺസിലിംഗ്, ആൽക്കഹോൾ ഡി അഡിക്ഷൻ, മെന്റൽ ഡിസീസ് ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട്. ഫ്രം ആറാട്ടണ്ണൻ എന്നാണ് സന്തോഷ് വർക്കി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതിന് താഴെ ബസ് സ്റ്റാളാണ് പറയുന്നത്, അണ്ണനെ കാണിക്കുന്ന സ്ഥലത്ത് കാണിച്ചാൽ ഡിസ്കൗണ്ട് കിട്ടും തുടങ്ങിയ കമന്റുകൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ഏതായാലും വാഴ നനയുമ്പോൾ ചീര എന്ന പോലെ വിനായകന്റെ വകയിൽ ആറാട്ടണ്ണനും ഇപ്പോൾ എയറിലാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. വിനായകൻ മാപ്പ് പറഞ്ഞെങ്കിലും ആ പോസ്റ്റിലെ അവസാന വരി ചർച്ച തുടരട്ടെ എന്നാണ്. വിനായകന്റെ വീഡിയോയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ചർച്ചകൾ തുടരുകയാണ്. വിനായകന്റെ വീഡിയോ പങ്കുവെച്ച് പലരും തങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കുന്നുണ്ട്. പലപ്പോഴും നിറത്തിന്റെയും ജാതിയുടെയും പ്രശ്നങ്ങൾ ചർച്ചയാക്കിയ വിനായകൻ